തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വയലൂർ മുരുകൻ ക്ഷേത്രം. കുമാരവയലൂർ, ആദിവയലൂർ, അഗ്നീശ്വരം, വന്നിവയലൂർ എന്നിങ്ങനെയെല്ലാം ഈ സ്ഥലത്തിന് നാമങ്ങളുണ്ട്. ഏകദേശം 1200 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ചോഴ ഭരണകാലത്താണ് നിർമ്മിച്ചത്. തിരുവണ്ണാമലയിൽ വെച്ച് മുരുകന്റെ അനുഗ്രഹം ലഭിച്ച അരുണഗിരിനാഥർക്ക് വയലൂരിലേക്ക് വരാൻ ഭഗവാനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു. തിരുപ്പുകഴിന്റെ ആദ്യ ഭാഗം അരുണഗിരിനാഥർക്ക് ഭഗവാൻ തന്നെ തിരുവണ്ണാമലയിൽ വെച്ച് ഉപദേശിച്ചു നൽകിയിരുന്നു. തുടർന്ന് വയലൂരിലെത്തിയ അരുണഗിരിനാഥരുടെ നാവിൽ മുരുകൻ വേൽ കൊണ്ട് പ്രണവമന്ത്രം എഴുതിയത്രേ. അതിനുശേഷമാണ് എഴുത്തും വായനയും അറിയാതിരുന്ന അരുണഗിരിനാഥരുടെ നാവിൽ നിന്നും ഭഗവാനെ സ്തുതിക്കുന്ന തിരുപ്പുകൾ അനർഗളം പുറത്തേക്ക് വന്നതെന്നാണ് സ്ഥലപുരാണം വ്യക്തമാക്കുന്നത്. അഗ്നിതീർത്ഥമെന്നും ശക്തിതീർത്ഥമെന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം മുരുകൻ സ്വന്തം വേലിനാൽ സൃഷ്ടിച്ചതെന്നാണ് ഐതിഹ്യം. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. സ്വാമിയെ ഇവിടെ ആദിനാഥൻ എന്നും പാർവതീദേവിയെ ആദിനായകി എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു പുരാതന ശിവക്ഷേത്രമാണെങ്കിലും മുരുകക്ഷേത്രമായാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. മുരുകന് പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളായി അരുണഗിരിനാഥർ പറഞ്ഞിരിക്കുന്ന 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വയലൂർ മുരുകക്ഷേത്രം. മറ്റൊന്ന് തിരുച്ചെങ്കോട് ക്ഷേത്രമാണ്. 18 പാട്ടുകൾ വയലൂർ മുരുകക്ഷേത്രത്തെക്കുറിച്ച് അരുണഗിരിനാഥർ പാടിയിട്ടുള്ളതായി പറയുന്നു. ഈ ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം വന്നിമരമാണ്. സുബ്രഹ്മണ്യസ്വാമി വള്ളി ദേവയാനി സമേതനായി വിവാഹവേഷത്തിൽ ഇവിടെ അരുണഗിരിനാഥ സ്വാമികൾക്ക് ദർശനം നൽകിയതായി പറയുന്നു. അതിനാൽ വിവാഹ തടസ്സം മാറുന്നതിനായി ധാരാളം പേർ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്.